ഓക്കെ, നമ്മളും ചെയ്യുന്നത് 2020 UP സ്കൂൾ അസിസ്റ്റൻറ്റിന് ചോദിച്ച ഗണിതത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസാണ്. ഓൾറെഡി നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ ഈ ദിവസങ്ങളിൽ കുറച്ച് പേരുണ്ടൊക്കെ കുറേ ഡൗട്ട്സുമായിട്ട് വന്നു. പ്രത്യേകിച്ച് മാത്സിലാണ് അവർക്കെല്ലാം ഡൗട്ടുള്ളത്. അപ്പം ഞാൻ ഓർത്തുന്ന മാത്സിലെ ഈ 2020, 2022, 2023 നടന്ന NCA ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അടക്കം നമുക്ക് ചെയ്താൽ ഒരു പാറ്റേൺ കിട്ടും. സംഭവം വളരെ എളുപ്പമാണ്. UPക്കാളിലും ചോദിക്കുന്ന സിലബസ് ഭയങ്കര എളുപ്പമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്ത് പഠിക്കണം. ഓക്കെ, അപ്പം ചെയ്ത് പഠിക്കാതെ ഇത് ചെയ്യാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ആ കാര്യം പ്രത്യേകം ഓർക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ 45ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഉണ്ടോ? പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ പരിപാടി. അത് സയൻസിലെ ക്വസ്റ്റ്യനാണ്. നമ്മൾ മാത്സിൻ്റെ അത് സ്കാൻ ചെയ്ത വഴിക്ക് കൂടിപ്പോയത് കേട്ടോ. അത് വരേണ്ടത് ഏതായിരുന്നു? ചെയ്തോ? നമ്മൾ ഓർക്കുന്നുണ്ടോ? ഏതാ ക്വസ്റ്റ്യൻ ആൻസർ വരേണ്ടത്? ഹരിത കേരളമാണോ, എൻ്റെ മഴവാണോ, മണ്ണെഴുത്താണോ, ജൈവ വൈവിധ്യോദ്യാനമാണോ? നമുക്കറിയാം. ജൈവ വൈവിധ്യ ഉദ്യാനം കേട്ടോ. അത് നമ്മൾ പഠിച്ചതാണ്. പിന്നെ അതുപോലെ നമ്മൾ അതിൻ്റെ അകത്ത് തന്നെ സബ്ബായിട്ട് പഠിച്ചത്, അതായത് രക്ഷിതാക്കളുടെ സഹായത്തോടെ കുട്ടിയുടെ പഠന നേട്ടം ഉറപ്പാക്കാനായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വീടൊരു വിദ്യാലയം. അതായത് നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പഠന നേട്ടം കുട്ടികൾ വീട്ടിൽ വരുന്നു പഠിക്കുന്നു എന്ന് ഉറപ്പാക്കാനായിട്ട് നടത്തി വരുന്ന പരിപാടിയാണ് വീടൊരു വിദ്യാലയം എന്ന് പറയുന്ന പരിപാടി. പിന്നെ ഈ ഹരിത കേരളം എന്ന് പറയുന്നത് നമുക്കറിയാലോ, ജലം, പരിസ്ഥിതി സംരക്ഷണം, അതുപോലെ തന്നെ മാലിന്യ നിർമ്മാർജ്ജനം എന്നിവ ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഹരിത കേരളം എന്ന് പറഞ്ഞ പദ്ധതി. 3 എണ്ണമാണുള്ളത്. ഒരെണ്ണം ജലം, പിന്നെ പരിസ്ഥിതി സംരക്ഷണം, മാലിന്യ നിർമ്മാർജ്ജനം. ഇത് 3 കൂടി ചേർത്ത് ഉണർത്തി പറയുന്നതാണ് ലക്ഷ്യമിട്ട് ആരംഭിച്ചതാണ് ഹരിത കേരളം പദ്ധതി. പിന്നെയുള്ളവരാണ് എൻ്റെ മരം. അതായത് എൻ്റെ മരം എന്ന് വെച്ചാൽ നമ്മുടെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ വനം വകുപ്പുമായിട്ട് ചേർന്ന് നടത്തുന്ന നമ്മുടെ ഈ വനനശീകരണമൊക്കെ തടയാനായിട്ട് അതിനുവേണ്ടി ഉതകുന്ന ഒരു പരിപാടിയാണ് എൻ്റെ മരം എന്ന് പറയുന്ന പദ്ധതി. അടുത്തത് മണ്ണെഴുത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം. പ്രകൃതിയെ അറിയുകയും അതിനോട് ആദരിക്കുകയും ചെയ്യാനായിട്ട് കുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ള പരിപാടി നടത്തുന്നതാണ് നമ്മുടെ എൻ്റെ മരം എന്ന പദ്ധതി കേട്ടോ. ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇതെല്ലാം നമ്മൾ കണ്ടിരുന്നായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിലുള്ള കുട്ടികളെ കൃഷിയിലേക്ക് ആകർഷിക്കാനായിട്ട് 2022-23 കാലയളവിൽ നമ്മൾ പുറത്തേക്ക് ആരംഭിച്ച പദ്ധതിയാണ് ഞാനും കൃഷിയിലേക്ക് എന്ന് പറഞ്ഞൊരു പദ്ധതി. കുട്ടികളെ കൂടി കൃഷിയിലേക്ക് ആകർഷിക്കുക, കൃഷിയുടെ പ്രാധാന്യം കുട്ടികളിലേക്ക് കൂടുതൽ വ്യക്തമാക്കുക എന്ന് പറഞ്ഞ രീതിയിലൂടെ പറഞ്ഞ പദ്ധതി. അതായിരുന്നു നമ്മുടെ സയൻസിനകത്തുള്ള 45ാമത്തെ ക്വസ്റ്റ്യനായിട്ട് വന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. 500, 1000, 100, 200, 20 എന്ന സംഖ്യാശ്രേണിയിലെ അടുത്ത പദം ഏതാണ്? നോക്കിയേ, 500 ഉണ്ട്, അത് കഴിഞ്ഞൊരു 1000 ഉണ്ട്, അത് കഴിഞ്ഞ് 100 ഉണ്ട്, അത് കഴിഞ്ഞ് 200 ഉണ്ട്, കഴിഞ്ഞൊരു 20 ഉണ്ട്, അത് കഴിഞ്ഞ് അടുത്ത സംഖ്യ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എപ്പോഴും അറിയാം, ഒന്നെങ്കിൽ നിങ്ങൾക്കൊരു സീക്വൻസ് ഉണ്ടാകും, നിങ്ങൾ ഡിഫറൻസ് നോക്കുക, തമ്മിൽ എന്തെങ്കിലും ബന്ധം, 2 സംഖ്യകൾ തമ്മിൽ എന്താണ് ബന്ധമുള്ളതെന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യുക. തുടക്കം തന്നെ നമുക്ക് കിട്ടും. എന്താണെന്ന് നോക്കി, ഇവിടെ നോക്കി, 500ൻ്റെ ഇരട്ടിയാണ് 1000 അല്ലേ? അടുത്ത സംഖ്യ നോക്കി, 100ൻ്റെ ഇരട്ടിയാണ് 200. അപ്പോൾ നോക്കി, 1ൻ്റെ ഇരട്ടിയായിരിക്കും അടുത്ത നമ്പർ വരേണ്ടത്. കണ്ടോ, അടുത്തടുത്ത നമ്പർ എന്തായിരിക്കും? അതിൻ്റെ ഇരട്ടിയായിരിക്കും. അതായത് 500ൻ്റെ ഇരട്ടി 1000, 100ൻ്റെ ഇരട്ടി 200. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ എന്തായിരിക്കും വരേണ്ടത്? 20ൻ്റെ ഇരട്ടി. 20ൻ്റെ ഇരട്ടി എത്രയാണ്? 20ൻ്റെ ഇരട്ടി എന്ന് പറയുമ്പം 20 ഗുണം 2 എത്രയാണ്? 40 ഉത്തരം വരേണ്ടത്. അപ്പോൾ 20ൻ്റെ ഇരട്ടി 40 വരും ഉത്തരം. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഉണ്ടോ? UPയുടെ ക്വസ്റ്റ്യനാണ്. ഭയങ്കര എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്നത്. പക്ഷേ തിങ് ഈസ്, നമ്മൾ എന്ത് ചെയ്യണം? അതിനോട് പ്രാക്ടീസ് ആകണം കേട്ടോ. ചെയ്ത് പഠിച്ച് പ്രാക്ടീസ് ആകത്തുള്ളൂ. എളുപ്പത്തിൽ നമുക്ക് ചെയ്തു തീർക്കാനും പറ്റും. ക്വസ്റ്റ്യൻ കണ്ടാൽ വളരെ പാടാന്ന് തോന്നും, പക്ഷേ ഒന്ന് ചിന്തിച്ചാൽ ഉടനെ നമുക്ക് ഉത്തരത്തിലേക്ക് വരാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ഇതിൽ നമുക്ക് ചോദിക്കുന്നത്. ഒബ്വിയസ്ലി 10ാം ക്ലാസ് വരെയുള്ള സിലബസിലുള്ള കാര്യങ്ങളേ ഉള്ളൂ. അതിൽ 8 വരെ കമ്പൽസറി ആയിട്ട് പഠിക്കണം. 9, 10 റയർ ടോപ്പിക്സ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അതിൽ നിന്നുള്ള ചോദ്യത്തിൽ നിന്നുള്ള ഈസി ക്വസ്റ്റ്യനാണ് ഈ വന്നത്. അടുത്തേക്ക്, ഒരു സമയമെഴുത്തിൻ്റെ പരപ്പളവ് 256 ചതുര സെൻറ്റിമീറ്ററാണ്. സമയമെഴുത്തിൻ്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരച്ചാൽ കിട്ടുന്ന രൂപത്തിൻ്റെ പരപ്പളവ് എത്ര? അത് നമ്മൾ പഠിച്ചതാണ്. അതായത് ഒരു സമചതുരം നമുക്കുണ്ടെന്നിരിക്കട്ടെ, ആ സമചതുരത്തിൻ്റെ മധ്യബിന്ദുക്കൾ, അതായത് മിഡ് പോയിൻറ്റ്സ് എല്ലാം കൂടി കൂട്ടി വരയ്ക്കണം. ഇതൊരു മിഡ് പോയിൻ്റാണ്, ഇതൊരു മിഡ് പോയിൻ്റാണ്, ഇതൊരു മിഡ് പോയിൻ്റാണ്, ഇതൊരു മിഡ് പോയിൻ്റാണ്. ഈ മിഡ് പോയിൻറ്റുകളെല്ലാം കൂടി കൂട്ടി വരച്ചാൽ കിട്ടുന്ന രൂപം നമുക്കറിയാം. അതും ഒരു എന്തായിരിക്കും? സമചതുരമായിരിക്കും അല്ലേ? ആ കിട്ടുന്ന ഒരു
സമയദൂരമായിരിക്കും. ഇതിൻ്റെ പരപ്പളവ് എത്രയാണ് നമുക്കറിയാവുന്നതല്ലേ, വലിയ സമയദൂരത്തിൻ്റെ നേർപകുതി അല്ലേ. അപ്പോൾ വലിയ സമയദൂരത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? 256. അതിൻ്റെ നേർപകുതി എത്രയാണ് വരേണ്ടത്? 256 ഡിവൈഡഡ് ബൈ 2. 256ൻ്റെ പകുതി എത്രയാണ്? 128 ചതുരശ്ര സെൻറ്റിമീറ്റർ. അപ്പോൾ 128 ചതുരശ്ര സെൻറ്റിമീറ്ററാണ് എന്തിൻ്റെ പരപ്പളവ് വരേണ്ടത്? നമ്മുടെ വലിയ സമയദൂരത്തിൻ്റെ പരപ്പളവായിട്ട് നമുക്ക് ചെറിയ സമയദൂരത്തിൽ കിട്ടുന്നത്. അതും ഓർത്തിരിക്കണം. സിമ്പിൾ തിയറിയാണ്. വലിയ സമയദൂരമാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ കോൺസെപ്റ്റ് ക്ലിയർ ആണ്. അല്ലാതെ ചതുരവോ അല്ലെങ്കിൽ ത്രികോണമോ അതിൻ്റെയൊക്കെ മധ്യബിന്ദുക്കളാണെങ്കിൽ ഈ ഒരു തിയറം ഫോം പാകത്തില്ല. അതിന് നമുക്ക് ചോദിച്ചും കണ്ടിട്ടില്ല. അതായത് നമുക്ക് അതിൻ്റെ അകത്ത് ഹാഫ് BH എന്ന് പറഞ്ഞ ഇക്വേഷൻ ഇട്ട് തന്നെ ചെയ്യണം. അതിൻ്റെ ബേസ് എത്ര, ഓറ്റിറ്റ്യൂഡ് എത്ര എന്ന് നോക്കി വേണം അവിടെയുള്ളതിനകത്ത് ചെയ്യാൻ. മറ്റേതാണെങ്കിൽ ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇട്ട ഇക്വേഷൻ ഇട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലാതെ കിട്ടുകയില്ല. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് സമയദൂരമാണെങ്കിൽ അതിൻ്റെ വലിയ സമയദൂരത്തിൻ്റെ നേർ പകുതിയായിരിക്കും ചെറിയ സമയദൂരത്തിൻ്റെ പരപ്പളവെന്ന് ഓർത്തിരിക്കണം. ഓക്കെ, അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിനോട് 3 മടങ്ങിനേക്കാളും 2 കൂടുതലാണ്. എന്താണ്? ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണ്. ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ് വലിയ സംഖ്യയെങ്കിൽ ചെറിയ സംഖ്യ ഏത്? എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കി. ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണ്. ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ് വലിയ സംഖ്യയെങ്കിൽ ചെറിയ സംഖ്യ ഏവ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യത്തെ സെൻറ്റൻസ് വായിച്ച് നോക്കണം. നമുക്ക് എന്തോ ഒരു സംഖ്യ കണ്ടുപിടിക്കാനുണ്ട് അല്ലേ. എന്ത് സംഖ്യ കണ്ടുപിടിക്കാനുള്ളത്? ചെറിയ സംഖ്യ. കണ്ടുപിടിക്കേണ്ടതിനെ നമ്മൾ എക്സ് എന്ന് വിളിക്കുക. സോ ചെറിയ സംഖ്യ ഈസ് ഈക്വൽ ടു ചെറിയ സംഖ്യ എന്ന് പറയുന്നതാണ് എക്സ് ആണ്. ചെറിയ സംഖ്യയുടെ വാല്യൂ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കി വലിയ സംഖ്യ എന്തായിരിക്കും നോക്കി. ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ് വലിയ സംഖ്യ. അപ്പോൾ ചെറിയ സംഖ്യ എക്സ് ആകുമ്പം വലിയ സംഖ്യ എത്രയായിരിക്കും? എക്സിൻ്റെ 4 മടങ്ങ്, അതായത് 4 ഗുണം എക്സ്, അതായത് 4x. ശരിയായില്ലേ? അതായത് കൊണ്ടോ ക്വസ്റ്റ്യൻ ഫോം ആകുന്നുണ്ട്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് നമ്മൾ മാത്തമാറ്റിക്കലായിട്ട് സോൾവ് ചെയ്യേണ്ടത് നോക്കണം. നോക്കി ഇവിടെ എന്താണ്? ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിനേക്കാളും 2 കൂടുതലാണ്. ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ് വലിയ സംഖ്യയെങ്കിൽ ചെറിയ സംഖ്യ ഏത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ചെറിയ സംഖ്യയുണ്ട്. ചെറിയ സംഖ്യ എന്തെന്ന് വിളിച്ചു? എക്സ് എന്ന് വിളിച്ചു. ചെറിയ സംഖ്യ എക്സ് ആണെങ്കിൽ വലിയ സംഖ്യ എന്തായിരിക്കും നോക്കി. ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ്. അപ്പം വലിയ സംഖ്യ എന്തായിരിക്കും? 4x ആയിരിക്കും. ചെറിയ സംഖ്യ എക്സ് ആണെങ്കിൽ വലിയ സംഖ്യ 4 മടങ്ങാകുമ്പം 4 ഗുണം എക്സ് എത്രയാണ്? 4x ആണ്. ഇനി ഈ 4x എന്നാന്ന് പറഞ്ഞിരിക്കുന്നത് നോക്കി. ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ, അതായത് ചെറിയ സംഖ്യയുടെ 3 മടങ്ങ് വരുമ്പം 3x പ്ലസ് എന്താണ്? 2 കൂടുതലാണ്. കണ്ടോ നമ്മുടെ ഇക്വേഷൻ ഫോം ആയതുകൊണ്ട് എന്താണ്? 4x = 3x + 2. കണ്ടോ ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിനേക്കാളും 2 കൂടുതലാണ്. അപ്പം നമ്മുടെ ചെറിയ സംഖ്യ എടുത്തത് എക്സ് ആണ്. സോ 3 മടങ്ങ് വെച്ചുമ്പം 3x + 2 = 4x. ഇനി എന്ത് ചെയ്താൽ മതി? വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യുക, കോൺസ്റ്റൻസിനെ സെപ്പറേറ്റ് ചെയ്യുക. എക്സിൻ്റെ വാല്യൂസിൽ ഒരുമിച്ച് വരുമ്പം 4x, ഈ 3x പോസിറ്റീവാണ്. പോസിറ്റീവ് ഈക്വൽസിന് അപ്പുറം വരുമ്പം മൈനസ് ആയിട്ട് മാറും. 4x - 3x = എന്താണ്? 2 ആണ്. സോ നമുക്കറിയാം 4xൽ നിന്നും 3x പോയാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ കയ്യിൽ 4 മിഠായി ഉണ്ടായിരുന്നു. ആ 4 മിഠായിയിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് ഒരു 3 മിഠായി തന്നാൽ ബാക്കി എൻ്റെ കയ്യിൽ എത്ര മിഠായി? 1 മിഠായി, അഥവാ 1x, അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 2. അപ്പം നമുക്കറിയാം ചെറിയ സംഖ്യ ഏതായിരിക്കും? ചെറിയ സംഖ്യ 2 ആയിരിക്കും. മനസ്സിലായോ? ഇനി ഇക്വേഷൻ അതിട്ട് നോക്കിയാൽ ശരിയാണെന്ന് അറിയാണ്ട് 4 ഗുണം 2 ഇല്ലേ. 4 ഗുണം 2 = 3 ഗുണം 2 + 2 എന്ന് പറഞ്ഞ ഇക്വേഷൻ എടുത്തുകൊണ്ട് നോക്കി. 4 2 8 ആണ് അല്ലേ. സോ 8 = 3 2 6 2 8. 8 = 8. LCM = HCF. അപ്പം നമുക്ക് കിട്ടി എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. അതായത് ചെറിയ സംഖ്യ 2 ആണെന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. 3/3യുടെ എത്ര മടങ്ങാണ് 3/5? എന്താണ് 3/3യുടെ എത്ര മടങ്ങാണ് 3/5? എന്താണ് 3/3യുടെ എത്ര മടങ്ങാണ് 3/5? ഒന്നെങ്കിൽ നമുക്ക് ഈ ചെറിയ വാല്യൂ വേണ്ട നമുക്ക് വേണമെങ്കിൽ 3 × 3 × 3 × 3 കണ്ടുപിടിച്ചിട്ട് 3 × 3 എന്ന് പറയുമ്പോൾ 27ൻ്റെ എത്ര മടങ്ങാണ് 3/5 വാല്യൂ വരുന്നതെന്ന് ഒന്നെങ്കിൽ ചെക്ക് ചെയ്യാം. ചെറിയ വാല്യൂ ആയതുകൊണ്ട് കേട്ടോ. വലിയ വാല്യൂ ആണെങ്കിൽ പരിപാടി നടക്കത്തില്ല. നമുക്കിവിടെ ഇക്വേഷൻ ആയിട്ട് സോൾവ് ചെയ്യാം. നമുക്കറിയാം എന്താണ് a⁻m ഇൻറ്റു, നമ്മൾ എക്സ്പോണൻസിന് അത് പഠിച്ചല്ലേ, a⁻m ഇൻറ്റു a⁻n എന്ന് പറഞ്ഞാൽ എന്താണ്? a⁻m ഇൻറ്റു a⁻n എന്ന് പറഞ്ഞാൽ എത്രയാണ്?
എന്നാ ഇക്വേഷൻ എന്നാ? എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ യെസ്, എ റേസ് ടു എം പ്ലസ് എൻ ആണ്. ഓക്കെ, അത് മതി അറിയാനായിട്ട്. നോക്കി, അങ്ങനെയാണെങ്കിൽ 3 റേസ് ടു 3 ഇൻറ്റു 3 റേസ് ടു 2 എന്ന് പറയുന്നതല്ലേ 3 റേസ് ടു 5 എന്ന് പറയുന്നത്, ശരിയല്ലേ? നോക്കി, എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എന്ന് വെച്ചാൽ എന്താണ്? എ റേസ് ടു എം പ്ലസ് എൻ. അതായത് 3 റേസ് ടു 3 ഇൻറ്റു 3 റേസ് ടു 2 ചെയ്ത് നമുക്ക് എന്നാ കിട്ടും? 3 റേസ് ടു 5 കിട്ടും. അതായത് 3 റേസ് ടു 3 പ്ലസ് 2 കിട്ടും, 3 റേസ് ടു 5 കിട്ടും. ഇവിടെ പറഞ്ഞിരിക്കുക എന്താണ്? 3 റേസ് ടു 3യുടെ എത്ര മടങ്ങാണ് 3 റേസ് ടു 5? നോക്കി, ഇത് 3 റേസ് ടു 3 അല്ലേ, ഇത് 3 റേസ് ടു 5 അല്ലേ, അതിനോട് എത്ര മടങ്ങ് കൂട്ടി? 3 റേസ് ടു 2 മടങ്ങ് കൂട്ടി. എന്ന് പറഞ്ഞാൽ 3 റേസ് ടു 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 റേസ് ടു 3 ഇൻറ്റു 3 ഗുണം 3 എത്രയാണ്? 9 ഈസിക്കൽ ടു 3 റേസ് ടു 5. അപ്പോൾ എത്ര മടങ്ങ് നമ്മൾ കൂട്ടി? 9 മടങ്ങ് നമ്മൾ കൂട്ടി. കണ്ടോ? ചെയ്തത് കണ്ടോ? വളരെ എളുപ്പമല്ലേ ചെയ്തത് മനസ്സിലായോ? നമുക്കറിയാം എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഈസിക്കൽ ടു എ റേസ് ടു എം പ്ലസ് എൻ ആണ്. അപ്പം നമുക്ക് മനസ്സിലായി എന്താണ് 3 റേസ് ടു 3 ഇൻറ്റു 3 റേസ് ടു 2 എന്ന് പറയുന്നത് എന്താണ്? 3 റേസ് ടു 5 ആണ്. കണ്ടോ, രണ്ടും ക്വസ്റ്റിനകത്തുള്ള 3 റേസ് ടു 3 ഉണ്ട്, 3 റേസ് ടു 5 ഉണ്ട്. അപ്പോൾ 3 റേസ് ടു 3 ഇൻറ്റു 3 റേസ് ടു 2 നമുക്ക് 3 റേസ് ടു 5 കിട്ടും. അപ്പോൾ 3 റേസ് ടു 3നോട് എത്ര കൂട്ടണം നമ്മൾ, അല്ലെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 3 റേസ് ടു 3യുടെ സ്ക്വയർ കൂട്ടണം, അല്ലെങ്കിൽ 3 റേസ് ടു 2 കൂട്ടണം. അപ്പോൾ നമുക്ക് കിട്ടിയ എന്താണ്? 3 റേസ് ടു 3യുടെ സ്ക്വയർ 3 സ്ക്വയറിൻ്റെ വാല്യൂ എത്രയാണ്? 9 ആണ്. സോ 3 റേസ് ടു 3 ഇൻറ്റു 9 ഈസിക്കൽ ടു 3 റേസ് ടു 5 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടി. അപ്പം 3 റേസ് ടു 3നോട് 9 ഗുണിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 9 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 3 റേസ് ടു 5ൻ്റെ വാല്യൂ കിട്ടുന്നത്. കണ്ടോ, എളുപ്പമാണ്. സോ അതിൻ്റെ ആൻസർ വരേണ്ടത് 9. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഒരു ടാങ്കിൽ 750 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ടാങ്കിൻ്റെ 3/5 ഭാഗം നിറഞ്ഞു, 5ൽ 3 ഭാഗം നിറഞ്ഞു. ഇനി എത്ര ലിറ്റർ കൂടി ഒഴിച്ചാൽ ടാങ്കി നിറയും? നമുക്ക് ഒരുപാട് വട്ടം ചെയ്ത ക്വസ്റ്റ്യൻ അല്ലേ, നമ്മുടെ ഫസ്റ്റ് മാത്സ് ക്ലാസ് ഇതിനെ പറ്റിയായിരുന്നു, ഓർമ്മയുണ്ടോ? അതിൻ്റെ അകത്ത് നമ്മൾ ചെയ്തല്ലേ. നമുക്ക് ടാങ്കി വരച്ച് നോക്കാം. നോക്കി, ഇങ്ങനെ ടാങ്കി വരയ്ക്കുമ്പോൾ ടാങ്കിന് എത്ര ഭാഗമാക്കണം? 5 ഭാഗമാക്കണം അല്ലേ. അപ്പോൾ 1 2 3 4 5 ഭാഗമാക്കി. 5 ഭാഗമാക്കിയാൽ ഇതിൽ എത്ര ഭാഗം വെള്ളമുണ്ട്? നോക്കി, 3 ഭാഗം വെള്ളമുണ്ട്. അപ്പോൾ എന്നെ എടുക്കണം? 3 ഭാഗം, ഈ ഭാഗം വെള്ളമുണ്ട്, ഈ ഭാഗം വെള്ളമുണ്ട്, ഈ ഭാഗവും വെള്ളമുണ്ട് ഇല്ലേ. ഇതിൽ 3/5 ഭാഗം വെള്ളമുണ്ട്. 3/5 ഭാഗം എന്ന് പറയുമ്പോൾ എത്രയാണ് ഇവിടെ ഉള്ളത്? 750 ആണുള്ളത് ഇല്ലേ. 3 ഭാഗം നിറയാൻ 750. അപ്പോൾ ഒരു ഭാഗം നിറയാൻ എത്ര ലിറ്റർ വെള്ളമുണ്ട്? ആലോചിച്ച് നോക്കി, ഒരു ഭാഗം നിറയാൻ എത്ര ലിറ്റർ വെള്ളം എടുത്തു? 250. അപ്പം 250 ഇവിടെ, 250 ഇവിടെ, 250 ഇവിടെ, അങ്ങനെ മൊത്തം 3 ഭാഗം നിറയാനായിട്ട് 750 ലിറ്റർ വെള്ളം ഒഴിച്ചു. ഇനിയും ബാക്കി എത്ര ഭാഗം കൂടി ഒഴിച്ചാൽ വെള്ളം നിറയുക? ഇനി എത്ര ലിറ്റർ കൂടി ഒഴിച്ചാൽ ടാങ്കി നിറയും? നമുക്കറിയാം ഒരു ഭാഗം 250 ആണ്. സോ ഈ മുകളിലത്തെ 250, തൊട്ട് താഴത്തെ 250, 250 500 ലിറ്റർ വെള്ളം ഒഴിച്ചാൽ നമ്മുടെ ടാങ്ക് നിറഞ്ഞ് ഒഴുകും. അതിലെ കണക്ക് വരേണ്ടത്. സോ അത് നമുക്ക് ഉത്തരം കിട്ടി. ഇനിയും നിങ്ങൾക്ക് മറ്റേത് രീതിക്ക് ചെയ്യണം. ഏതാണ്? നമ്മുടെ ഇക്വേഷൻ ഇട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിക്ക് കണ്ടുപിടിക്കാം. പ്രശ്നമൊന്നുമില്ല, എങ്ങനെ വേണേൽ കണ്ടുപിടിക്കാം കേട്ടോ. ഇക്വേഷൻ ഇട്ടാലും നിങ്ങൾക്ക് ചെയ്യാം. ഇക്വേഷൻ ഇട്ട് ചെയ്ത് കാണണോ? ഇക്വേഷൻ ഇട്ട് ചെയ്ത് കാണണോ? കാണിക്കാം. ചെയ്ത് കാണിക്കണോ ഇക്വേഷൻ ഇട്ട്? ഓക്കെ, കാണിച്ചേക്കാം. ഈ മെത്തേഡ് പഠിച്ചാൽ മതി കേട്ടോ. ഏതെങ്കിലും ഒരു അറിയാവുന്ന മെത്തേഡ് പഠിച്ചാൽ മതി. കൂട്ടത്തിൽ കൊണ്ട് കുഴപ്പമാക്കണ്ട കേട്ടോ. നമുക്കറിയാം 3/5 ഭാഗം അല്ലേ, 3/5, 5ൽ 3 ഭാഗം നിറയാനായിട്ട് എത്ര ലിറ്റർ വെള്ളമുണ്ട്? 750 ലിറ്റർ വെള്ളം വേണം. അങ്ങനെയാണെങ്കിൽ അതിൽ ഒരു ഭാഗം നിറയാൻ എത്ര വേണം? ഒരു ഭാഗം നിറയാൻ നമുക്കറിയാം 750 ഗുണം 3/5. അങ്ങനെയാണെങ്കിൽ 2/3 ഭാഗം നിറയാൻ എത്ര വെള്ളം വേണം? നമുക്കറിയാം കണ്ടോ, 3/5ൻ്റെ ബാക്കി കൂട്ടുന്നതാണ് 2/3 ഇല്ലേ. 2/3 ഭാഗം നിറയാൻ എത്ര ലിറ്റർ വെള്ളം വേണം? നമുക്കറിയാം 750 ഗുണം 3/5 ഗുണം 2/5. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ആൻസർ 500 കിട്ടും. ആൻസർ കണ്ടോ, 5ഉം ഇതുള്ള മുകളിലുമായിട്ടുള്ളത് വെട്ടിമാറും. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എത്ര കിട്ടും? 500 തന്നെ കിട്ടും കേട്ടോ. സോ ഓർത്തിരിക്കണം, ഈ മെത്തേഡ് ആളിൽ ഫോളോ അപ്പ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ എളുപ്പമുള്ള മെത്തേഡ് മറ്റേതാണ് കേട്ടോ. വരച്ച് നോക്കി കണ്ടുപിടിക്കുന്നതായിരിക്കും എളുപ്പം. ബിഗ് ബോസിൽ നമുക്ക് എളുപ്പമുള്ളൊരു രീതിയിലുള്ള കണക്കേ ചോദിക്കത്തുള്ളൂ. സോ വരച്ച് നോക്കി കണ്ടുപിടിക്കാനായിട്ടാണ് എളുപ്പം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചെടുത്തുണ്ടോ? ഒരു സമാന്തര ശ്രേണിയിലെ 5ാം പദം 19ഉം 10ാം പദം 39 ആയാൽ സംഖ്യാശ്രേണിയിലെ ആദ്യ പദം ഏതാണ്? എന്താണ്? നമുക്കൊരു സംഖ്യാശ്രേണിയുണ്ട്, ഒരു സമാന്തര ശ്രേണിയുണ്ട്, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ട്. അതിലെ 5ാമത്തെ പദം 19 ആണ്, 10ാമത്തെ പദം 39 ആണ്. അങ്ങനെയാണെങ്കിൽ അതിലെ ആദ്യ പദം ഏതാണ്? നമുക്കറിയാം ഒരു സംഖ്യാശ്രേണിയിലെ ആദ്യ പദത്തിന് നമ്മൾ പറയുന്ന പേരെന്താ?
ആൾജിബ്രായിക് എക്സ്പാൻഷൻ എന്താ? ഒരു പദത്തിൽ ആദ്യ പദത്തിന് പറഞ്ഞ പേര് എന്നതാ? ആദ്യ പദത്തിന് നമ്മൾ പറയുന്ന പേരെന്നാ? നമ്മൾ പഠിച്ചതല്ലേ. പോട്ടെ, എന്നാം പദം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ എന്നാം പദം എന്ത് ടൈം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എന്നാം പദ ഇക്വേഷൻ എന്നാ? എന്നാം പദം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ, എന്നാം പദം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി അല്ലേ? എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. ഇതിൽ എ എന്ന് പറയുന്നതാണ് ആര്? ആദ്യ പദം. എൻ മൈനസ് 1 എന്ന് പറഞ്ഞാൽ എത്രാമത്തെ പദമാണ് ചോദിച്ചത്? അതാണ് എൻ. ഡി എന്ന് പറഞ്ഞാലോ അവിടെയുള്ള കോമൺ ഡിഫറൻസ്. അപ്പോൾ എന്താണ്? അഞ്ചാം പദം കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ നോക്കിയാൽ എന്നാം പദം എ പ്ലസ് എൻ മൈനസ് ഡി ആണെങ്കിൽ അഞ്ചാം പദം എത്രയായിരിക്കും? എ പ്ലസ് എന്നിൻ്റെ സ്ഥാനത്ത് 5 കൊടുക്കണം. 5 മൈനസ് 1 ഇൻറ്റു ഡി. അപ്പോൾ നമുക്ക് കിട്ടി എ പ്ലസ് 5 നിന്ന് പോയാൽ 4, സോ 4D. അപ്പോൾ അഞ്ചാം പദം എന്താണ്? ഒന്നാമത്തെ പദത്തിൻ്റെ കൂടെ 4D കോമൺ ഡിഫറൻസ് ഉണ്ട്, മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി വേണ്ട എന്താണ്? 19ആം പദം ചോദിച്ചിട്ടുണ്ട് അല്ലേ? 19ആം പദം എന്താണ്? നമുക്കറിയാം എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറഞ്ഞ ഫോർമുല ഇടുമ്പം എ പ്ലസ് 19 മൈനസ് 1 ഇൻറ്റു ഡി അല്ലേ? അപ്പോൾ നമുക്കറിയാം എ പ്ലസ് 19 1 പോയാൽ 18D. അപ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടി. അഞ്ചാം പദം എ പ്ലസ് 4Dയും അതുപോലെ തന്നെ 19ആം പദം എ പ്ലസ് എന്താണ്? എ പ്ലസ് 18. 19ആം പദം അല്ലേ? അല്ല, അഞ്ചാം പദം 19, 10ആം പദം കേട്ടോ. 10. ഓക്കെ, 10ആം പദം കേട്ടോ. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോഴേ 19ആം പദം കണ്ടോ കേട്ടോ. ഓക്കെ, അഞ്ചാം പദം എ പ്ലസ് 4Dയും 10ആം പദം എ പ്ലസ് എൻ മൈനസ് ഡി ചെയ്യുമ്പം എ പ്ലസ് 10 മൈനസ് 1 ഇൻറ്റു ഡി എത്ര വരും? എ പ്ലസ് 10 1 പോയാൽ 9D വരും. അപ്പോൾ നമുക്ക് കിട്ടി അഞ്ചാം പദം എ പ്ലസ് 4Dയും 10ആം പദം എ പ്ലസ് 9Dയും. രണ്ട് ഇക്വേറ്റ് നമുക്ക് ചെയ്താൽ മതി. രണ്ട് ഇക്വേറ്റും ചെയ്ത് നോക്കി. നമുക്കറിയാം ഇതുണ്ട്, എ പ്ലസ് 4D ആണ് അഞ്ചാം പദം നമുക്ക് കിട്ടിയത്. എ പ്ലസ് 9D ആണ് നമുക്ക് കിട്ടിയ എത്രാം പദം? 10ആമത്തെ പദം. നമുക്ക് ഇങ്ങോട്ട് താഴോട്ട് എഴുതാം. നോക്കി, എ പ്ലസ് 4D എത്രയാണ് വാല്യൂ വന്നിരിക്കുന്നത്? കണ്ടോ, അഞ്ചാം പദം 19 ആണ്. സോ എ പ്ലസ് 4Dയുടെ വാല്യൂ 19. അടുത്തത് എന്താണ്? 10ആം പദം എ പ്ലസ് 9Dയുടെ വാല്യൂ എത്രയാണ്? 10ആം പദം 39 ആണ്. രണ്ടും കൂടി സോൾവ് ചെയ്യാം. നോക്കി, ഇവിടെ രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പം, രണ്ട് മൈനസ് ചെയ്യുവാണ്. രണ്ട് മൈനസ് ചെയ്യുമ്പം എ പോയാൽ എത്രയാണ്? നമുക്ക് കിട്ടും 0 അല്ലേ? എ പോയാൽ 0 പ്ലസ് 4D നിന്നും 9D പോകണം അല്ലേ? നമുക്കറിയാം 4D നിന്ന് 9D പോയാൽ എത്രയാണ്? 5D അല്ലേ? 5D ഈക്വൽ ടു 19 നിന്നും 39 പോയാൽ എത്ര വരും നമുക്ക്? 39 മൈനസ് 19 എത്രയാണ്? 20 കിട്ടും. അപ്പം 5Dയുടെ വാല്യൂ 20 ആണ്. സോ ഡിയുടെ വാല്യൂ എന്നാ വരും? 20/5. 20/5 എത്രയാണ്? 20ൽ എത്ര വട്ടം 5 ഉണ്ട്? 4 വട്ടം 5 ഉണ്ട്. അപ്പം നമുക്ക് കിട്ടി ഡിയുടെ വാല്യൂ 4. ഇവിടെയുള്ള കോമൺ ഡിഫറൻസ് എത്രയാണ്? 4 ആണ്. ഏതെങ്കിലും ഒരു ഇക്വേഷൻ ആയിട്ടുണ്ട് പുട്ട് ചെയ്യുക. ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് കൊണ്ട് വയ്ക്കുകയാണ്. എ പ്ലസ് 4D ഈക്വൽ ടു 19 അല്ലേ? 19 എന്ന് പറഞ്ഞാൽ ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നോക്കിയേ, ഡിയുടെ വാല്യൂ നമുക്ക് കിട്ടി 4. സോ എ പ്ലസ് 4 ഗുണം 4 ഈക്വൽ ടു 19. അപ്പോൾ എ പ്ലസ് 4 16 ഈക്വൽ ടു 19. എ ഈക്വൽ ടു 19. 16 പോസിറ്റീവാണ്. പോസിറ്റീവ് ഈക്വൽ സൈൻ അപ്പുറം ആകുമ്പം നെഗറ്റീവ് ആവും. 19 മൈനസ് 16 എത്രയാണ് എയുടെ വാല്യൂ വരേണ്ടത്? 3. അപ്പം നോക്കി, ഫസ്റ്റ് ടൈം എത്ര ഇതിൻ്റെ അകത്തുള്ളത്? 3. കിട്ടിയോ? മനസ്സിലായോ? ഇത് നമ്മൾ ചെയ്ത മെത്തേഡ് തന്നെയാണ്. എന്താണ് ഇത്? നമ്മൾ സ്റ്റെപ്പ് വൈസ് സോൾവ് ചെയ്യുന്നേ ഉള്ളൂ. നമ്മൾ സാധാരണ എന്നാം പദം കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കണ്ടിരിക്കുന്നത് അല്ലേ? ഇപ്പം നമ്മൾ പറയുകയാണ് 20ആമത്തെ പദം കണ്ടുപിടിക്കുക, 25ആമത്തെ പദം കണ്ടുപിടിക്കുക, 101ആമത്തെ പദം കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇക്വേഷൻ ഇടുന്നതാണ്. എ പ്ലസ് എൻ മൈനസ് 1D സെയിം ഫോർമുല ഇട്ടുകൊണ്ട് രണ്ട് ഇക്വേഷൻ തന്നാൽ എന്ത് ചെയ്യണം? രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യണം. വലുതെന്നും ചെറുത് കുറയ്ക്കണം കേട്ടോ. വലുതെന്നും ചെറുത് കുറയ്ക്കുക. അവിടുന്ന് ഡി കണ്ടുപിടിക്കുക. ഏതെങ്കിലും ഒരു ഇക്വേഷൻ അതുകൊണ്ട് ഇട്ട് നമ്മൾ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ടൈം ഉണ്ട്. ഇവിടെ എ എന്ന് പറഞ്ഞാൽ ആദ്യ പദം കേട്ടോ, ആദ്യ പദം. അടുത്തത് എൻ എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഉണ്ട് കേട്ടോ, എത്ര നമ്പർ. ഇനി ഡി എന്ന് പറഞ്ഞാലോ പൊതുവ്യത്യാസം കേട്ടോ, പൊതുവ്യത്യാസം കേട്ടോ. ഡി എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം. ഇവയെല്ലാം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ. ഇവിടെ നിന്നൊരു ചോദ്യം എന്നാലും ചോദിക്കും. ഒന്നെങ്കിൽ സമ്മ് കാണിക്കാനാണ്, സമ്മ് കാണുന്ന ചോദ്യം, തുക കാണുന്ന ചോദ്യങ്ങളാണ് കൂടുതലായിട്ട് കണ്ടിരിക്കുന്നത്. ഈ ഒരു പാറ്റേൺ ആയിട്ട് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് കണ്ടത് കേട്ടോ, 2022
കേട്ടോ. UPSC ക്വസ്റ്റ്യൻ പേപ്പറിനകത്താണ് കണ്ടത്. സോ ചോദിക്കാതിരിക്കാം കേട്ടോ. ഒബ്വിയസ്ലി ഇനിയും ഇതെന്ന് ചോദിച്ചുകൊണ്ട് തന്നെ അടുത്ത സമ്മിലോട്ടായിരിക്കും കൂടുതലും ഫോക്കസ് ചെയ്യുന്നവർ കേട്ടോ. റിസ്ക് എടുക്കണ്ട, രണ്ടും പഠിച്ചു വെച്ചോ കേട്ടോ. രണ്ടും സോൾവ് ചെയ്യേണ്ട രീതി നമ്മൾ അറിഞ്ഞിരിക്കണം. ആദ്യം നമ്മൾ എന്നാം പദത്തിൻ്റെ ഇക്വേഷൻ അറിയാം, A+n-d. അവിടെ നിന്ന് അഞ്ചാം പദം 19 കിട്ടുന്നു. സോ A+4d എത്രയാണ്? 19. അടുത്തത് 10ാം പദം 39. സോ A+9d എന്ന് പറയുന്നത് 39. A+4dയിൽ നിന്നും എന്താണ് A+9d നമ്മൾ കുറയ്ക്കുമ്പോൾ 5dയുടെ വാല്യൂ 20 കിട്ടും. അവിടുന്ന് ഡിയുടെ വാല്യൂ നമുക്ക് 4 കിട്ടും. ഏതെങ്കിലും ഇക്വേഷൻ അതുകൊണ്ട് സോൾവ് ചെയ്യുക. നമ്മളിപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ അത് A+4d അതുകൊണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്തു. നമുക്ക് എയുടെ വാല്യൂ കിട്ടി 3 കേട്ടോ. എയുടെ വാല്യൂ എത്രയാണ് വരേണ്ടത്? 3 ആണ് എയുടെ വാല്യൂ വരേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ക്ലോക്കിലെ സമയം 11 മണി 10 മിനിറ്റ് ആകുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണിൻ്റെ അളവ് എത്രയായിരിക്കും? രണ്ട് വഴിയുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് വരച്ച് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇക്വേഷൻ ഇട്ട് ചെയ്യാം കേട്ടോ. ഏത് മെത്തേഡ് വേണോ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ, ക്ലോക്കിലെ സമയം 11 മണി 10 മിനിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണിൻ്റെ അളവ് നമ്മൾ ക്ലാസ് ചെയ്ത കണക്ക് തന്നെയാണ്. ഒന്ന് ചെയ്ത് നോക്കിയേ. 11 മണി 10 മിനിറ്റ്. ഓക്കെ, ക്ലോക്ക് വരയ്ക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ക്ലോക്ക്. ഇവിടെ 12, ഇവിടെ 6, ഇവിടെ 3, ഇവിടെ 9. ഇവിടെയാണ് 11 വരേണ്ടത്. ഇവിടെ 10 വരും. പിന്നെ 10 മിനിറ്റ് അല്ലേ. അപ്പം ഇവിടെ 1, 2. അപ്പോൾ ചെറിയ സൂചി 11ലും വലിയ സൂചി 2ലും ആയിരിക്കും. അപ്പം നോക്കി എത്ര വ്യത്യാസം ഉണ്ടെന്ന് നോക്കി. ഇവിടെ ഒരു 30, ഇവിടെ ഒരു 60, ഇവിടെ ഒരു 90 അല്ലേ. മൊത്തം 90 ഡിഗ്രി ഉണ്ട് മൊത്തത്തിൽ വരേണ്ടത് അല്ലേ, 30 ഡിഗ്രി വെച്ച് കണ്ടുകയാണെങ്കിൽ. പക്ഷേ നോക്കേണ്ടതാണ് ഇവിടെ നോക്കി, നമ്മുടെ ചെറിയ സൂചി ഇതിനോട് അടുക്കുകയാണ് ചെയ്യുന്നത്, 12 അടുക്കുക ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? മിനിറ്റിൻ്റെ പകുതി എടുക്കണം അല്ലേ. മിനിറ്റിൻ്റെ പകുതി എടുത്ത് കുറയ്ക്കണം. മിനിറ്റിൻ്റെ പകുതി എത്രയാണ്? ഇവിടെ വരുന്ന 10ൻ്റെ പകുതി എത്രയാണ്? 10ൻ്റെ പകുതി 5. സോ 90ൽ നിന്നും 5 ഡിഗ്രി കുറയ്ക്കണം. 85 ഡിഗ്രി നമുക്ക് ഉത്തരം കിട്ടും. കിട്ടിയോ 85 ഡിഗ്രി? ഒന്നെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കാം. 85 ഡിഗ്രി ഒന്നെങ്കിൽ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ ഏതാണ്? നമുക്കറിയാം 30h - 11/2 m ഇട്ട് കൊടുത്തോ കിട്ടും. പക്ഷേ ഒന്ന് വലിയ സംഖ്യ വരുമായിരിക്കും, 260 കുറയ്ക്കേണ്ട വരുമായിരിക്കും. ഓക്കെ, ഓക്കെ, 30h - 11/2 m ഇട്ട് കൊടുക്കുക. h എന്ന് പറഞ്ഞാൽ ഹവർ, m എന്ന് പറഞ്ഞാൽ മണിക്കൂർ. അപ്പോൾ 30 ഇൻറ്റു ഹവറിൻ്റെ വാല്യൂ 11 മൈനസ് 11/2 ഇൻറ്റു മിനിറ്റിൻ്റെ വാല്യൂ 10. ഇനിയും 30 ഗുണം 11 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 30 ഗുണം 10 300 ആണ്. 30 ഗുണം 1 എന്ന് പറയുമ്പോൾ 330 വരും അല്ലേ. 330 മൈനസ് 11/2 ഇൻറ്റു 10 അല്ലേ. 11 ഇൻറ്റു 10 എന്ന് പറയുമ്പം നമുക്കുണ്ടെങ്കിൽ രണ്ടും വെട്ടിയിൽ 5 വരും. സോ 330 മൈനസ് 11 ഗുണം 5 എത്രയാണ്? 11ന് ഏത് നമ്പറിന് ഗുണിച്ചാലും 2 വട്ടം എഴുതിയാൽ 55. 330ൽ നിന്ന് 55 കുറച്ചാൽ എത്രയാണ്? 330 മൈനസ് 55 കുറയ്ക്കണം. 0-5 പോകത്തില്ല, കടവെടുത്തു. 10-5 പോയാൽ 5, ഇവിടെ 12-5 പോയാൽ 7, ഇവിടുത്തെ 2, 275 കിട്ടും അല്ലേ. 275 കിട്ടും. കിട്ടിയ വാല്യൂ 180ൽ കൂടുതലാണ് അല്ലേ. 180ൽ കൂടുതലായതുകൊണ്ട് തന്നെ എത്രയെന്ന് കുറയ്ക്കണം? 360ൽ നിന്നും 275 കുറയ്ക്കണം കേട്ടോ. 180ൽ കൂടുതലായതുകൊണ്ടാണ് നമ്മൾ 160 കുറയ്ക്കുന്നത് കേട്ടോ. അല്ല എന്നുണ്ടെങ്കിൽ അതേ വാല്യൂ നമ്മൾ എഴുതിയിട്ടേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്താണ്? 360ൽ നിന്ന് 225 കുറച്ചാൽ എത്ര കിട്ടും? 360 മൈനസ് 275. 0-5 പോകത്തില്ല, കടവെടുത്തു. ഇവിടെ 5, ഇവിടെ 10. 10-5 പോയാൽ 5. 5-7 പോകത്തില്ല, കടവെടുത്തു. 15-7 പോയാൽ എത്രയാണ്? 8. 85 കിട്ടും. 2-2 പോയാൽ 0 ആണ്. സോ ആൻസർ കിട്ടി 85. കണ്ടോ? ഏത് മെത്തേഡാണെങ്കിലും ചെയ്യും, നമുക്ക് കിട്ടും. പക്ഷേ ഇവിടെ കണ്ടോ, എനിക്ക് ഒബ്വിയസ്ലി തോന്നിയായിരുന്നു എന്താണ് 360 കുറയ്ക്കേണ്ടി വരും. കാരണം പെട്ടെന്ന് കിട്ടാനായിട്ട് അവർ നമ്മളെ സമ്മതിക്കത്തില്ല. സമയം പോകുന്ന എന്തെങ്കിലും ഒരു ഇടപാട് അതിൻ്റെ അകത്ത് കണ്ടിരിക്കും കേട്ടോ. സോ അതുകൂടി നമ്മൾ മനസ്സിൽ കണ്ടു വേണം ചെയ്യുവാൻ. ഓർത്തിരിക്കണം, നിങ്ങൾ 30h - 11/2 ഇക്വേഷൻ ഇടുവാണെങ്കിൽ അത് 180ൽ കേട്ടോ. കിട്ടുന്ന വാല്യൂ നമുക്ക് കിട്ടുന്ന ആംഗിൾ 180ൽ കൂടുതലാണ് എങ്കിൽ 360ൽ നിന്നും കിട്ടിയ വാല്യൂ കുറയ്ക്കണം കേട്ടോ. 180ൽ കുറവാണെങ്കിൽ മാത്രമേ ആ വാല്യൂ നമ്മൾ അതേപടി എടുത്ത് എഴുതത്തുള്ളൂ കേട്ടോ. ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 66 2/3% തുല്യമായിട്ടുള്ള ഭിന്നസംഖ്യ ഏതാണ്? ഇത് നമ്മൾ പഠിച്ചത് ഏതാണ്? 66 2/3
തുല്യമായിട്ടുള്ള ഭിന്നസംഖ്യ ഏതാണ്? ഇവിടെ നോക്കിയേ 62/3 എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഈ പെർസെൻറ്റേജ് വിട്ടുകളാ. 62/3 എന്ന് പറഞ്ഞാൽ എന്ത് വാല്യൂ അത്? എന്ത് ഫ്രാക്ഷനാ? നോർമലാണോ, പ്രോപ്പറാണോ, മിക്സഡാണോ? എന്ത് മിക്സഡാ? മിക്സഡിനെ എങ്ങനെ സാധാരണയിലേക്ക് നമ്മൾ കൊണ്ടുവരും? ആലോചിച്ച് നോക്കി, എങ്ങനെ നമ്മൾ കൊണ്ടുവരുന്നത്? നമ്മളൊന്ന് വട്ടം കറങ്ങി വരണം അല്ലേ? വട്ടം കറങ്ങി വരുമ്പോൾ താഴെ ഗുണിക്കണം, മുകളിൽ കൂട്ടണം. അപ്പോൾ എന്നെ വരും 66 2/3 നമുക്ക് ചെയ്യേണ്ടത്. 2/3 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 66 ഗുണം 3 പ്ലസ് 2/3 അല്ലേ ചെയ്യണം. അപ്പോൾ നോക്കി 66 ഗുണം 3 പ്ലസ് 2 ഡിവൈഡഡ് ബൈ 3 വരുമ്പോൾ എത്ര കിട്ടും? 66 ഗുണം 3 എന്ന് പറയുമ്പം 66 ഗുണം 3 ആണ്. 66 ഗുണം 3 എത്രയാണ്? 6 3 18 8 ഇഷ്ടം 1 6 3 18 1 19. 198 പ്ലസ് 2 എന്ന് പറയുമ്പം 200 അല്ലേ? 200/3 വരും. ഇനി നോക്കിയേ, ഇത് പെർസെൻറ്റേജിലാണ്. പെർസെൻറ്റേജിൽ നമ്മൾ என்ன എടുക്കണം? 100 കൊണ്ട് ഗുണിക്കണം. എവിടെ? താഴെ ഗുണിക്കണം. അപ്പോൾ എന്താണ്? നമുക്ക് ശതമാനത്തിലേക്ക് ആക്കാനായിട്ട് 100 കൊണ്ട് ശതമാനം ഉണ്ടോ? ഇതിന് പെർസെൻറ്റേജ് ആണ്. സോ നമുക്ക് ഇതിനെ ശതമാനത്തിലേക്ക് മാറ്റാനായിട്ട് 100 വെച്ച് ഹരിക്കണം. അപ്പോൾ 200/3 എന്താണ്? ഡിവൈഡഡ് ബൈ 100. അപ്പം ഈ താഴെ ഇൻറ്റു 100 വരും. അപ്പോൾ 200/300 വരും. 2 0 2 0 വെട്ടിപ്പോയാൽ ബാക്കി എത്രയുണ്ട്? 2/3. അപ്പോൾ എത്രയാണ് ഇവിടെ ആൻസർ വരേണ്ടത്? 2/3. കണ്ടോ? ചെയ്ത കാര്യങ്ങൾ അതേപടി കിടപ്പുണ്ട്. സോ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു കോൺസെപ്റ്റ് കണ്ടുപിടിക്കാം. എന്താണ് നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ ആയിരുന്നു, അതിനെ നമുക്ക് സാധാരണ ഇതിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ശതമാനം അല്ലേ? ശതമാനത്തിനെ നമ്മൾ എടുക്കാനായിട്ട് 100 കൊണ്ട് നമ്മൾ ഹരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? ശതമാനത്തിലാക്കാനായിട്ട് കിട്ടുന്ന വാല്യൂവിനെ 100 കൊണ്ട് ഹരിക്കണം. ഹരിക്കുമ്പോൾ 200/3 100 കൊണ്ട് ഹരിക്കുമ്പോൾ 200/3 ഗുണം 100 വരും. അപ്പം 200 × 3 ഗുണം 100 300 ആണ്. മുകളിൽ 2 0 താഴെ 2 0 വെട്ടിക്കളഞ്ഞാൽ ബാക്കി എത്രയേ ഉള്ളൂ? 2/3 ഉള്ളൂ. സോ 2/3 ആണ് ഇവിടെ ആൻസറായിട്ട് വരേണ്ടത്. ഓക്കെ, അടുത്ത ദിവസം നോക്കിയേ. എ ഒരു ജോലി 20 ദിവസം കൊണ്ടും ബി അതേ ജോലി 30 ദിവസം കൊണ്ടും ചെയ്ത് തീർക്കുമെങ്കിൽ എയും ബിയും ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും? ഒരുപാട് വട്ടം ചെയ്ത ക്വസ്റ്റ്യനാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇക്വേഷൻ എന്താണ്? പറഞ്ഞോ. ഇക്വേഷൻ എന്താ? എ ഒരു ജോലി ഇത്ര ദിവസം കൊണ്ടും ബി ഒരു ജോലി ഇത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുമെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും? ഏതാണ്? നമ്മൾ സാധാരണ നമ്മുടെ അഡീഷൻ ഓഫ് ഫ്രാക്ഷൻ ചെയ്തിരുന്ന പോലെ തന്നെ ഏതാ വരേണ്ടത്? അതിനെ തിരിച്ചിട്ട് ചെയ്യുന്ന രീതി റെസിപ്രോക്കൽ എടുത്ത് ചെയ്യുന്ന രീതിയാണ് അല്ലേ? നമുക്കറിയാം എന്താണ്? എ ഒരു ജോലി 20 ദിവസം കൊണ്ടും ബി അതേ ജോലി എന്താണ് എത്ര ദിവസമാണ്? 30 ദിവസം കൊണ്ട് ചെയ്യുമെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യണമെങ്കിൽ എന്താണ്? AB/A+B. അപ്പോൾ എന്നാ വരും? 20 ഗുണം 30 ഡിവൈഡഡ് ബൈ 20 + 30. 20 ഗുണം 30 ചെയ്യുമ്പോൾ 3 2 6 600/20 30 കൂട്ടിയാൽ 50 അല്ലേ? 600/50 എന്ന് പറയുമ്പോൾ എത്ര വരും? നമുക്കറിയാം 500-ൻ്റെ 50 10 വട്ടം, 100-ൻ്റെ 50 2 വട്ടം, 10 2 12 ഉത്തരം കിട്ടും. കിട്ടിയോ? 12 കിട്ടിയോ? ഓക്കെ, എളുപ്പമാണ് കണ്ടോ? വളരെ എളുപ്പമാണ് ചെയ്യാൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 55ാമത്തെ ക്വസ്റ്റ്യൻ. 20 സംഖ്യകളുടെ ശരാശരി 25 22 28 എന്നീ സംഖ്യകൾ അതിൽ നിന്ന് മാറ്റിയാൽ ബാക്കിയുള്ള സംഖ്യകളുടെ ശരാശരി എത്രയായിരിക്കും? ഇത് നമ്മൾ ക്ലാസ്സിൽ ചെയ്താണ്. ശരാശരിയുടെ കണക്ക് വന്നപ്പോൾ അത് നിങ്ങൾ ഉത്തരം പറഞ്ഞാണ്, മറന്നുപോയെന്ന് എനിക്കറിയാം. ഒന്നുകൂടി ചെയ്ത് നോക്കി. നമുക്കറിയാം 20 സംഖ്യകളുടെ ശരാശരി നമ്മുടെ കയ്യിലുണ്ട്. അതിൻ്റെ ശരാശരി എത്രയാണ്? 25. ആ ശരാശരിയിൽ നമ്മൾ 22ഉം 28ഉം ഒഴിച്ചു. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള സംഖ്യകളുടെ ശരാശരി എത്രയായിരിക്കും? നമുക്കറിയാം ശരാശരി എന്ന് പറഞ്ഞാൽ എന്താണ്? തുക ബൈ എണ്ണം അല്ലേ? ശരാശരി = തുക ബൈ എണ്ണമാണ്. അത് ആദ്യം തന്നെ എഴുതിക്കോണം. എന്താണ്? ഓക്കെ, ഇങ്ങോട്ട് എഴുതാം. ഓക്കെ, ശരാശരി = എന്താണ്? തുക ബൈ എണ്ണം അല്ലേ? ശരാശരി തുക ബൈ എണ്ണം. ഇവിടെ നമുക്കറിയാം 20 സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കണം അല്ലേ? 20 സംഖ്യകളുടെ ശരാശരി നമുക്കറിയാം. സോ 20 സംഖ്യകളുടെ തുക കണ്ടുപിടിക്കണം അല്ലേ? ശരാശരി കണ്ടിട്ടുണ്ട്. സോ എന്ത് വേണം? ഇവിടെ നമുക്ക് ശരാശരി ഉണ്ട്, എണ്ണമുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? 20 സംഖ്യകളുടെ തുക കണ്ടുപിടിക്കണം. സോ 20 സംഖ്യകളുടെ തുക എങ്ങനെ പിടിക്കും? ശരാശരിനെ എണ്ണം കൊണ്ട് ഗുണിക്കണം. ശരാശരി ഗുണം എണ്ണം. അപ്പോൾ നമുക്കറിയാം ശരാശരി എത്രയാണ് ഇവിടെ ഉള്ളത്? ശരാശരി 25. എണ്ണം എത്രയാണ്? 20. സോ 25 ഗുണം 20 എത്രയാണ് വരേണ്ടത്? 25 ഗുണം 20 വരുമ്പം 25 ഗുണം 2 എത്രയാണ്? 50. കൂട്ടത്തിൽ 0 ഇട്ടാൽ 500 കിട്ടും അല്ലേ? നമുക്ക് 20 സംഖ്യകളുടെ തുക കിട്ടി 500. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇതിൽ നിന്നും 22ഉം 28 ഒഴിക്കണം അല്ലേ? അപ്പം 500-ൽ നിന്നും 500 മൈനസ് ആരെ കുറയ്ക്കണം?
22 പ്ലസ് 28 സംഖ്യകൾ കുറയ്ക്കണം. ഇതിൻ്റെ സംഖ്യയുടെ വാല്യൂ എടുക്കാൻ 22 കൂട്ടിയാൽ 8 2 10 0 അപ്പം 30 20 50 അല്ലേ. അപ്പം 500 നിന്ന് 50 പോയാൽ ബാക്കി എത്ര കിട്ടും? 450 കിട്ടും. 450 ഭാഗം എത്ര സംഖ്യകളുണ്ട്? ഇപ്പം ആകെ 20 സംഖ്യകളായിരുന്നു, അതിൽ നിന്ന് 2 സംഖ്യകൾ നമ്മൾ ഒഴിവാക്കി. അപ്പോൾ 20 നിന്ന് 2 കുറച്ച് എത്രയാണ് വരേണ്ടത്? 18. 450നെ 18 കൊണ്ട് ഹരിക്കണം. എത്ര കിട്ടും നമുക്ക്? 450 ഡിവൈഡഡ് ബൈ 18. 45-ൽ എത്ര വട്ടം 18 ഉണ്ടെന്ന് നോക്കണം. എത്ര വട്ടം 18 ഉണ്ട്? 45-നകത്ത് 2 വട്ടം അല്ലേ. 45-നകത്ത് 2 വട്ടം 18 ഇറങ്ങിയാൽ നമുക്കറിയാം 18 18 15 15 30 3 6 36 കിട്ടും അല്ലേ. 36. പിന്നെ പോയിട്ട് 5 4 പോകത്തില്ല, കടമെടുത്തു. 15 6 പോയാൽ 6 6 12 14 15 അല്ലേ. 7 കിട്ടും അല്ലേ. ശരിയല്ലേ? 7ആണോ അതോ 6ആണോ? 6 അല്ലേ. 6 6 12 14 15 9 90 അല്ലേ. 90 കിട്ടും. ഓക്കെ. ഇനി 90-ൽ എത്ര വട്ടം 18 ഉണ്ട്? കേറ്ററ്റ് പരീക്ഷയ്ക്ക് നമ്മളെല്ലാം പഠിച്ചതല്ലേ. ഒരു സബ്ജക്റ്റിന് 18 മാർക്ക് വെച്ച് വാങ്ങിച്ചാൽ 90 മാർക്ക് കിട്ടി പാസ്സാവും. സോ എന്താണ്? 5 വട്ടം അല്ലേ. 5 സബ്ജക്റ്റിലെ കേറ്ററ്റ് നമുക്ക് പാസ്സാകേണ്ടത്. സോ 5 ഗുണം 18 എത്രയാണ്? 90ആണ്. നമ്മുടെ ശരാശരി എത്ര കിട്ടി? 25. കണ്ടോ? 25 ശരാശരി ഉണ്ട്. ഇവിടുന്ന് എന്താ 20 സംഖ്യകളുടെ ശരാശരി 25 ഇന്ന് 2 സംഖ്യകൾ കുറയ്ക്കണം. അപ്പോൾ നമ്മൾ 20 സംഖ്യകളുടെ തുക അത് കണ്ടുപിടിച്ചു. 500 കിട്ടി. അതിൽ നമ്മൾ എന്ത് ചെയ്തു? 22 28 50 സോ 500 നിന്ന് 50 കുറച്ചു 450 കിട്ടി. ആകെയുള്ള 20 സംഖ്യകളാണ്, അതിൽ നിന്ന് 2 സംഖ്യ കുറച്ചാൽ ബാക്കി സംഖ്യകൾ 18. സോ 450നെ 18 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടും 25. സോ 25ആണ് ബാക്കിയുള്ള സംഖ്യകളുടെ ശരാശരിയായിട്ട് വരേണ്ടത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ബാഗിൻ്റെ വില 10% കൂട്ടിയ ശേഷം 10% വില കുറച്ച് 693 രൂപയ്ക്കാണ് വിറ്റത്. എന്നാൽ ബാഗിന് ആദ്യമുണ്ടായിരുന്ന വില എത്രയാണ്? നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ. ഒന്ന് കുഴപ്പിക്കും അല്ലേ. എന്താണ്? നമുക്കറിയാം ഒരു ബാഗിൻ്റെ വില 10% കൂട്ടി, അതിനുശേഷം എന്ത് ചെയ്തു? അതിൽ നിന്ന് 10% വില കുറച്ച് 690 രൂപയ്ക്കാണ് വിറ്റത്. എന്നാൽ ബാഗിന് ആദ്യമുണ്ടായിരുന്ന വില എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം വിലയെന്ന് പറയുന്നത് നമുക്ക് x% വർദ്ധിപ്പിച്ച് x% കുറച്ചാൽ നമുക്ക് കിട്ടുക എന്താണ്? x²/100% നഷ്ടമാണ് വരേണ്ടത് ഇല്ലേ. ആ ഇക്വേഷൻ പഠിച്ചതാണ്. എന്താണ്? നമുക്കറിയാം. ഒന്ന് എഴുതി തരാം. എന്താണ് നമുക്ക് കിട്ടിയ സംഖ്യ? ഓക്കെ, ഇവിടെ ഇടയുണ്ടല്ലോ, ഇങ്ങോട്ട് എഴുതാം. ഓക്കെ. നമുക്കറിയാം ഒരു സാധനത്തിൻ്റെ x% വർദ്ധിപ്പിച്ചിട്ട് അതിൻ്റെ x% കുറച്ചാൽ എന്തായിരിക്കും? x²/100% നഷ്ടമായിരിക്കും. x²/100 ഇക്വേഷൻ നമ്മൾ ചെയ്തിട്ടുള്ള കണക്കുകളുണ്ട്. അപ്പം ഓർത്തിരിക്കണം. ഒരു സാധനത്തിൻ്റെ ഒന്നുകൂടി എഴുതിത്തരാം. ഓക്കെ. എന്താണ് ഒരു വില? എന്താണ് വില x% വർദ്ധിപ്പിച്ചിട്ട് ഓക്കെ ഓക്കെ ഒരു സാധനത്തിൻ്റെ വില x% വർദ്ധിപ്പിച്ച് x% അതിൽ നിന്നും കുറച്ചാൽ എന്തായിരിക്കും? അവസാനം നമുക്ക് കിട്ടുന്നത് x²/100% നഷ്ടമായിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കി എത്ര ശതമാനം ഇവിടെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തത്? 10% ഉണ്ടോ? 10% കൂടിയിട്ട് 10% കുറച്ചു. അപ്പോൾ എന്ത് ചെയ്യണം? 10^2/100 ആയിരിക്കും നമുക്ക് വരേണ്ട നഷ്ടം. അതായത് ഇത്രയും % ആയിരിക്കും നമുക്ക് വരേണ്ട നഷ്ടം. 10^2 എന്ന് വെച്ചാൽ എത്രയാണ്? 100 അല്ലേ. /100. 100/100 എന്ന് വെച്ചാൽ എത്രയാണ്? 0 ആണോ? അല്ല. 100/100 എത്രയാണ്? 1. സോ 1% നമുക്ക് എന്തുണ്ടായി? നഷ്ടം ഉണ്ടായി അല്ലേ. ആകെ നമുക്ക് 1% നഷ്ടം ഉണ്ടായി. ഇനിയും 1% നഷ്ടം ഉണ്ടായപ്പോൾ നമുക്കറിയാം വിറ്റ വില നമുക്കറിയാം ആകെ നോക്കി വില കുറച്ചിട്ട് 693 രൂപയ്ക്ക് അദ്ദേഹം വിറ്റത്. അങ്ങനെയാണെങ്കിൽ 1% ഇവന് നഷ്ടം ഉണ്ടായത്. കച്ചവടക്കാരൻ ആകെ നഷ്ടം ഉണ്ടായത് 1%. അപ്പോൾ നമുക്കറിയാം വിറ്റ വില അല്ലേ. വിറ്റ വില എന്ന് പറയുന്നത് എന്താണ്? 99% അദ്ദേഹം വിറ്റു അല്ലേ. 100-ൽ നിന്ന് 1% നഷ്ടം വന്നാൽ ബാക്കി 99% അദ്ദേഹം വിറ്റു. സോ വിറ്റ വില 99% എത്രയായിരിക്കും? 693 രൂപയാണ്. ഇതിനകത്ത് തന്നിരിക്കുന്നത് അല്ലേ. 693 രൂപയാണ് വിറ്റ വില. അങ്ങനെയാണെങ്കിൽ 1% കണ്ടുപിടിക്കും. 1% = 693 ഭാഗം
99 അല്ലേ. 693 ഭാഗം 99 എന്ന് പറഞ്ഞതാണ് നമ്മുടെ 1% നഷ്ടം വരേണ്ടത്. ഇനിയും യഥാർത്ഥ വില എങ്ങനെ കണ്ടുപിടിക്കും? യഥാർത്ഥ വില ഈസിക്കൽ ടു 600, യഥാർത്ഥ വില നമുക്കറിയാം 100% വരേണ്ടത് അല്ലേ. 100% മൊത്തം വരേണ്ടത്. അപ്പം 693 ഭാഗം 99 ഇൻറ്റു 100 എന്നാ വരും? 693 20 ഡിവൈഡ് ബൈ 99 ചെയ്യണം. എത്ര വരും? 693 20 99 ചെയ്താലേ ചെയ്ത് നോക്കി. 693 ഓക്കെ, 693 20 ഡിവൈഡ് ബൈ 99 700 ഉത്തരം കിട്ടും. ഓക്കെ, 69300 ഡിവൈഡഡ് ബൈ 99. 693-ൻ്റെ അകത്ത് എത്ര വട്ടം 99 ഉണ്ടെന്ന് നോക്കണം. 693 ഡിവൈഡഡ് ബൈ 99 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 7 വട്ടം അടങ്ങും. 7 വട്ടം അടങ്ങിയാൽ 9 7 3 അവസാനം വരും. സോ 693 തന്നെ കിട്ടും. 0 0 0 ഇറക്കി എഴുതി. ഇവിടെ ഒരു 0, അടുത്തത് 0 തന്നെ വരത്തുള്ളൂ. സോ ഇവിടെ 0, മുകളിൽ 0, മുകളിൽ ആൻസർ കിട്ടും. എത്രയാണ്? 700 എന്ന് പറഞ്ഞുള്ള ഉത്തരം കിട്ടും. സോ ഇതിൻ്റെ യഥാർത്ഥ വില എത്രയായിരുന്നു? 700 രൂപ. 700 രൂപയാണ് യഥാർത്ഥ വില. അതിൽ നിന്ന് 1% കുറച്ച് നോക്കി. 700-ൻ്റെ 1% എത്രയാണ്? 7 രൂപ അല്ലേ. 7 കുറയ്ക്കുമ്പോഴല്ലേ 691 രൂപ വരേണ്ടത്. ഉണ്ട്. അപ്പോൾ ഓർത്തിരിക്കണം, 700-ൻ്റെ 7%, സോറി 1% പറയുമ്പം 7 രൂപ. 700-ന് 7 രൂപ അല്ലേ 690 രൂപ. അങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാം കേട്ടോ. സോ ഇങ്ങനെ ഇത് ഇച്ചിരി പാടായിരുന്നു അല്ലേ. പാടെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചെങ്കിൽ മാത്രമേ ഇതിന് ഉത്തരം നമുക്ക് കിട്ടത്തുള്ളൂ. ശരിയല്ലേ? ഞാനും അതിനോട് യോജിക്കുന്നു. കാരണം ഇത്രയും വലിയ കണക്കൊക്കെ നമ്മൾ എന്നാണെങ്കിലും ബാക്കിയുള്ള കണക്കിലേക്കുള്ള നമ്മുടെ ശ്രദ്ധ പോകും, ബാക്കിയുള്ള ക്വസ്റ്റിനേക്കുള്ള ശ്രദ്ധ പോകും. പാടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അവിടെ സ്ക്രോൾ ഡൗൺ ചെയ്തിടുക. അത് കിട്ടിയിട്ടേ പോകൂ എന്നുള്ള വാശി നിങ്ങൾക്ക് പറ്റത്തില്ല. പ്രത്യേകിച്ച് PSC പരീക്ഷ നമ്മൾ എഴുതാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. എന്ത് ചെയ്യണം? നമ്മൾ അവസാന നിമിഷത്തേക്ക് സമയം സേവ് ചെയ്ത് ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കണം കേട്ടോ. അല്ലാതെ ചാടിക്കയറി ചെയ്യാനായിട്ട് നോക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും ചെറുതേത്? ഏറ്റവും ചെറുത് എങ്ങനെ കണ്ടുപിടിക്കും? വാല്യൂ ഇട്ട് തന്നെ കണ്ടുപിടിക്കണം. നോക്കിയേ, 0.5 ഇൻറ്റു 0.05 എന്ത് ചെയ്യണം? നമുക്കറിയാം ഡെസിമലിനെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഡെസിമൽ സ്ഥാനം മാറ്റി നമ്മുടെ വാല്യൂ കണ്ടുപിടിക്കണം. എത്രയാണ്? 5 × 5 എത്രയാണ്? 25 ആണ്. പിന്നെ നമുക്ക് ഡെസിമൽ പ്ലേസ് കൊണ്ട് തിരിച്ചിട്ടാൽ മതി. അപ്പോൾ 5 × 5 25 ആണെങ്കിൽ 25 ഇടണം. എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ടെന്ന്? 1 2 3. 1 2 3 ഇടുമ്പോൾ ഇവിടെ ഒരു 0 വരും. 0.025 ഒന്നാമത്തിന് ഉത്തരം വരും. അടുത്ത 25/100. 25/100ൻ്റെ വാല്യൂ എത്രയാണ്? നമുക്കറിയാം 0.25. അതും കിട്ടി. അടുത്തത് 5/100 ഡിവൈഡഡ് ബൈ 10/5 ഡിവിഷനാണ്. സോ എന്താണ്? തലതിരിവ് കാണിക്കും. സോ 5/100 ഇൻറ്റു 5/10 വരും അല്ലേ. അപ്പോൾ എന്നാ വരും? 25/1000 വരും. 25/1000 വരും. നമുക്ക് വാല്യൂ എത്ര കിട്ടും? 25/1000-ന് വാല്യൂ നമുക്കറിയാം 3 പോയിൻറ്റ് മാത്രം. 0.025 അല്ല 0.025 ഉത്തരം കിട്ടും. അതിനും കിട്ടി. അടുത്തത് എന്താണ് വരേണ്ടത്? 5/5 ഇൻറ്റു ഓക്കെ. അടുത്തത് 5/1000 ഇൻറ്റു 5/10. അപ്പോൾ അതിന് വരും 25/10. അപ്പോൾ 1000 കൊണ്ട് 10 വെച്ചാൽ 10000 വരും അല്ലേ. 10000 വരുമ്പോൾ 3 പോയിൻറ്റ് മാറും. സോ 0.0025 ആണ് ഉത്തരം വരുന്നത്. സോ ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്? ഓപ്ഷൻ ഡി. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഏറ്റവും ചെറുതായിട്ടുള്ള വാല്യൂ വരേണ്ടത്. 5/100 ഗുണം 5/10. ഇങ്ങനെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. വേറെ വഴികളൊന്നും ഇല്ല കേട്ടോ. ഒബ്വിയസ്ലി 25 ആയതുകൊണ്ട് തന്നെ എല്ലാം 100-ൻ്റെയും 10-ൻ്റെയും ഒക്കെ ഗുണങ്ങളായിട്ട് ഡിവിഷനിൽ തന്നെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഡെസിമൽ പ്ലേസിൻ്റെ സ്ഥാനം മാത്രം കൗണ്ട് ചെയ്താൽ മതി. ഉത്തരം പെട്ടെന്ന് എത്താം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യനോടുള്ളൂ. മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന 225 മീറ്റർ നീളമുള്ള തീവണ്ടിക്ക് ഒരു ടെലിഫോൺ പോസ്റ്റ് കടന്നു പോകാൻ എത്ര സമയം വേണ്ടി വരും? എന്താണ്? നമുക്കറിയാം സമയം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൂരം ബൈ വേഗതയാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇവിടെ വേഗത തന്നിരിക്കുന്നത് എത്രയാണ്? 90 km/h ആണ്. പക്ഷെ നോക്കി 225 മീറ്ററിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു യൂണിറ്റോട് മാറ്റണം. കിലോമീറ്റർ നമ്മൾ എങ്ങോട്ട് മാറ്റണം? ആദ്യം തന്നെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണം. അപ്പോൾ km/hനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാൻ എന്ത് ചെയ്യണം? km/hനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാൻ എന്ത് ചെയ്യണം? എന്നാ കൊണ്ടാണ് ഗുണിക്കേണ്ടത്? km/hനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാനായിട്ട് എന്നാ കൊണ്ട് ഗുണിക്കണം? 5/18 കൊണ്ട് ഗുണിക്കണം.
അപ്പോൾ നോക്കി 90 മീറ്റർ പെർ സെക്കൻഡിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റുവാണ്. 90 കിലോമീറ്റർ പവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റുവാണ്. 90 ഗുണം 5/18 അല്ലേ? 90 ഗുണം 5/18 ചെയ്യുമ്പം നമുക്ക് ഉത്തരം കിട്ടും. എത്രയാണ്? 9×5 45, 450/18. നമുക്ക് ഉത്തരം കിട്ടും 450/18 എത്രയാണ്? 25 മീറ്റർ പെർ സെക്കൻഡ്. 25 മീറ്റർ പെർ സെക്കൻഡ് നമ്മൾ യൂണിറ്റ് ഒന്നാക്കി. ഇനി എന്ത് ചെയ്യണം? നമുക്കറിയാം സമയം എന്ന് പറഞ്ഞാൽ എന്താണ്? സമയം ഈസിക്കൽ ടു ദൂരം ബൈ വേഗത അല്ലേ? ടൈം ഈസിക്കൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഓക്കെ, ദൂരം ബൈ വേഗത. അങ്ങനെയാണെങ്കിൽ മൗസ് കാണുന്നില്ലല്ലോ, പോയോ? നിങ്ങൾക്ക് കാണാമോ മൗസ് ഇവിടെ വന്ന്? ഓക്കെ, ദൂരം ബൈ വേഗത. അപ്പോൾ നോക്കി സമയം നമുക്ക് കിട്ടി. ഇവിടെ ഉണ്ട് 225 അല്ലേ? 225 ബൈ വേഗത എത്രയാണ് നമുക്കിപ്പോൾ കിട്ടിയത്? 25 അല്ലേ? 25. 225 എത്ര വട്ടം 25 ഉണ്ട്? നമുക്കറിയാം 250 ആയിരുന്നെങ്കിൽ മൊത്തം കിട്ടിയാൽ 225 എത്ര വട്ടം തുടങ്ങും? നമുക്കറിയാം 9 വട്ടം അല്ലേ? സോ 9 സെക്കൻഡാണ് ഇവിടെ വരേണ്ട സമയം. സോ എന്താണ് ഇവിടെ വരേണ്ടത്? 9 സെക്കൻഡാണ് നമ്മുടെ ടെലിഫോൺ പോസ്റ്റ് കടന്നു പോയിട്ട് നമ്മുടെ തീവണ്ടി എടുക്കുന്ന സമയം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്ന് ഒബ്വിയസ്ലി അവിടെ ഒരു യൂണിറ്റ് കൺവേർഷൻ കാണും. കാരണം അവിടെ നിന്ന് ഒരു ചോദ്യം ചോദിക്കുന്നതിൽ ഏറ്റവും എളുപ്പമാണ് ഒരു ക്വസ്റ്റിനകത്ത് നമ്മൾ കൺവേർട്ട് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കിലോമീറ്റർ പെർ അവറിൽ സഞ്ചരിക്കുന്ന വണ്ടീനെ നമുക്ക് എങ്ങോട്ട് മാറ്റണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അതിന് നമ്മൾ മാറ്റിയിട്ട് വേണം ബാക്കിയുള്ള ചെയ്യാൻ. അപ്പോൾ നമുക്ക് കിട്ടി 25 മീറ്റർ പെർ സെക്കൻഡാണ് നമ്മുടെ ട്രെയിൻ ഓടുന്നത്. ഒരു സെക്കൻഡ് 25 മീറ്റർ വെച്ച് ഓടും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം സമയം ഈസിക്കൽ ദൂരം ബൈ വേഗതയാണ്. ദൂരം 225 വേഗത എന്ന് പറയുന്നത് 25 225 9 വട്ടമുണ്ട്. അപ്പം നമുക്ക് കിട്ടി എത്രയാണ്? 9 സെക്കൻഡാണ് നമ്മുടെ സമയം വരേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 9:11 ആണ്. സംഖ്യകളുടെ ഉസാഖ 7 ആയാൽ അവയിൽ ചെറിയ സംഖ്യ ഏത്? ഓക്കെ, നമുക്കറിയാം സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 9:1 ആണ്. അതുപോലെ അതിൻ്റെ ഉസാഖ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഉസാഖ പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 7 ആണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സംഖ്യകൾ എന്നെ എടുക്കണം? നമുക്ക് വളരെ എളുപ്പം കണ്ടുപിടിക്കാം. എന്താണ്? 9 ഗുണം 7. 9 ഗുണം എത്രയാണ്? 9 ഗുണം 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 ഗുണം 7 9 7 63 അല്ലേ? ഒരു സംഖ്യ 63, മറ്റേ സംഖ്യ എത്രയായിരിക്കും? അതിനോട് 7 11 ഗുണം 9 ഗുണം 11 അല്ലേ? അപ്പം 11 ഗുണം 7 ചെയ്യണം. എത്രയാണ്? 77 ആയിരിക്കണം. അപ്പം ഏറ്റവും സംഖ്യ എത്രയാണ്? 63 ആയിരിക്കും അതിലെ ചെറിയ സംഖ്യ. ഉണ്ടോ? ചെറുപ്പം കണ്ടുപിടിക്കുക. 9 ഗുണം 7 കണ്ടുപിടിക്കുക. 11 ഗുണം 7 കണ്ടുപിടിക്കുക. 9 ഗുണം 7 എത്രയാണ്? 63 ആണ്. 11 ഗുണം 7 എത്രയാണ്? 77 ആണ്. അപ്പം അതിൽ ചെറിയ സംഖ്യ ഏതാണ്? 63 ആയിരിക്കും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വേറൊന്നും ചെയ്യേണ്ടതായിട്ടില്ല അല്ലേ? 61 ഭാഗം 77 ചെയ്യുമ്പോൾ നമുക്ക് 9:11 നമുക്ക് കട്ട് ചെയ്ത് കിട്ടും. ഓക്കെ, അടുത്തത്, സാധാരണ പലിശ നിരക്കിൽ നിക്ഷേപിച്ച തുക 8 വർഷം കൊണ്ട് ഇരട്ടിയായാൽ വാർഷിക പലിശ നിരക്ക് എത്രയായിരിക്കും? ഓക്കെ, സാധാരണ പലിശ നിരക്കാണ്. സോ എന്താണ്? നമുക്കറിയാം സാധാരണ പലിശ നിരക്കിൽ തുക ഇരട്ടിയായാൽ പലിശ നിരക്ക് കണ്ടെത്താൻ എന്താണ്? R=100/n ചെയ്താൽ മതി. അപ്പം നമുക്കറിയാം ഇവിടെ എത്രയാണ്? നമുക്കറിയാം 100/n എന്ന് പറയുമ്പോൾ എത്രയാണ്? 8 വർഷം അല്ലേ? 100/8 ചെയ്യണം അല്ലേ? 100/8 എന്ന് പറയുമ്പോൾ എത്രയാണ്? 100/8. 10ൻ്റെ അകത്ത് ഒരു വട്ടം തുടങ്ങിയാൽ 8, കുറയ്ക്കണം 2, ഇവിടെ 0 എഴുതണം, 0 ഇറക്കി എഴുതി. 20ൻ്റെ അകത്ത് 8 എത്ര വട്ടം ഉണ്ട്? 2 വട്ടം തുടങ്ങിയാൽ 16, കുറയ്ക്കണം 4, അടങ്ങത്തില്ല 0 കൊടുക്കണം. 0 കൊടുത്താൽ ഇവിടെ നമ്മൾ പോയിൻ്റ് കൊടുക്കണം. 40ൻ്റെ അകത്ത് എത്ര വട്ടം ഉണ്ട്? 8 40, സോ 40 വരും. സോ 0 0 വന്നു. എത്ര കിട്ടി നമുക്ക്? 12.5%. സോ ഓർത്തിരിക്കണം, സാധാരണ പലിശ നിരക്കിൽ 8 വർഷം നിക്ഷേപിച്ചാൽ തുക ഇരട്ടിയാകുമെങ്കിൽ വാർഷിക പലിശ നിരക്ക് എത്രയായിരിക്കും? 12.5% ആയിരിക്കും പലിശ വരേണ്ടത്. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഉത്തരങ്ങൾ. എളുപ്പമല്ലേ? 15 ക്വസ്റ്റ്യനകത്തൊരു 12 ചെയ്യാൻ പറ്റത്തില്ലേ? പാടുള്ള ഒഴിച്ചാൽ പറ്റത്തില്ലേ? എളുപ്പമായിട്ടുള്ളൊരു 12 ഇല്ലേ 15 അകത്ത്? ഉണ്ട്, കൈവക്കുന്നുണ്ട് ആൾക്കാർ. സോ ചെയ്ത് പഠിച്ചാൽ കിട്ടും കേട്ടോ. ഡെയിലി നമ്മൾ മാക്സിമം റിവൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇട്ട് തരുന്നുണ്ട്. സെയിം പാറ്റേൺ ഞാൻ പറഞ്ഞല്ലോ, 10ാം ക്ലാസ് വരെയുള്ള പാറ്റേൺ വളരെ എളുപ്പമാണ് മാത്സ് പഠിക്കാനായിട്ട്. അതിന് മുകളിലോട്ട് ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ ഒന്നും, ഡിഗ്നോമെട്രി ഒന്നും നമുക്ക് പഠിക്കാനില്ല. ഇതൊക്കെയാണ് പാടുള്ള ടോപ്പിക്. ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ ഒക്കെ നമുക്ക് പാടുള്ള ടോപ്പിക്ക്. അതൊന്നും നമുക്ക് പഠിക്കാനില്ല ദൈവാനുഗ്രഹം കൊണ്ട്. പക്ഷേ എളുപ്പമുള്ള ടോപ്പിക്സിന് ഇങ്ങോട്ടുള്ള എളുപ്പമുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. സോ ചെയ്ത് പഠിക്കണം കേട്ടോ. ചെയ്ത് പഠിക്കാതെ
യാതൊരു രക്ഷയില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ തന്നെ പഠിക്കാനുള്ള അവസരം തരുമ്പോൾ എല്ലാവരും ഡൗട്ട് വരുന്നത് മാത്സിൻ്റെ അകത്താണ് കേട്ടോ. മാത്സിലാണ് കൂടുതൽ പേർക്ക് ഡൗട്ടുള്ളത്. ബാക്കി അങ്ങനെ ഡൗട്ട് വളരെ കുറവായിട്ടേ കണ്ടിട്ടുള്ളൂ. സോ മാത്സ് 15 മാർക്കാണ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത് LPക്കും UPക്കും. സോ കളയരുത് കേട്ടോ. ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് മാത്സും സൈക്കോളജി കേട്ടോ. മാത്സ്, സൈക്കോളജി, സയൻസ്, സോഷ്യൽ ഇപ്പോൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം. ബാക്കി ഇംഗ്ലീഷ് മലയാളം 10 മാർക്കിനേ ഉള്ളൂ. അതിൽ ഗ്രാമറൊക്കെ വെറും 2 മാർക്ക് ചോദിച്ചാലായി കേട്ടോ. സോ സമയം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ലാസ്റ്റ് മിനിറ്റ് സമയമാണ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നോക്കി ഇൻവെസ്റ്റ് ചെയ്യുക. പഠിക്കാത്ത ടോപ്പിക്സ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചോദിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിരുന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുക. അത് പാടാണെന്നുണ്ടെങ്കിൽ എളുപ്പമുള്ള ടോപ്പിക്സ്, ബാക്കിയുള്ള സബ്ജക്റ്റ് നമ്മൾ കിടപ്പുണ്ട് എങ്കിൽ അങ്ങോട്ടേക്ക് നിങ്ങൾ സമയം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലാതെ പാടുള്ള ടോപ്പിക്ക് പഠിച്ചേ പറ്റൂ എന്നുള്ള വാശിയൊക്കെ ഒഴിവാക്കുക കേട്ടോ. ഓക്കെ, അപ്പം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതായിരുന്നു നമ്മുടെ കഴിഞ്ഞ 2022 ചോദിച്ച UPSC ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ്. അപ്പം 15 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 12 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു 8 മാർക്കെങ്കിലും വാങ്ങിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു കേട്ടോ. പിന്നെ ഉത്തരം ഉറപ്പില്ല, ദൈവത്തെ ഓർത്ത് കറപ്പിക്കാൻ നിൽക്കരുത്. കാരണം നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 0.33 മാർക്ക് വെച്ച് കട്ടാകും. നമ്മൾ എഴുതി കൂട്ടിയ മാർക്കെല്ലാം നമ്മൾ ഈ നെഗറ്റീവ് മാർക്ക് കൊണ്ട് കളയും. സോ ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആൻസർ മാർക്ക് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. ഇത് കേട്ടിട്ട് പരീക്ഷയല്ല, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. നമ്മൾ ആകെ കിട്ടിയ മാർക്ക് കൂടി നമ്മൾ കാരണം, നമ്മുടെ സ്വന്തം കഴിവുകേട് കാരണം പോകാൻ ഇടയാക്കും. അതുകൊണ്ട് തന്നെ ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ എഴുതാവുള്ളൂ. എന്നും പറഞ്ഞുകൊണ്ട് ഉറപ്പുള്ള ക്വസ്റ്റ്യൻ 10 വെച്ച് 10 വെച്ചുകൊണ്ടിരിക്കില്ലേ. വീണ്ടും ക്വസ്റ്റ്യൻ വായിച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആൻസർ കറപ്പിക്കാൻ കിട്ടും കേട്ടോ. സോ മാക്സിമം സമയം ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് എത്ര സെക്കൻഡ് ഉണ്ടെന്ന് അറിയാമോ? PSC പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് 100 ക്വസ്റ്റ്യൻ എത്ര സമയം തരുമെന്നറിയോ? 100 ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് എത്ര സമയം ഉണ്ടെന്നറിയോ PSC പരീക്ഷയ്ക്ക്? മാത്സ് പഠിച്ചതല്ലേ, അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. 100 ക്വസ്റ്റ്യൻ PSC പരീക്ഷയ്ക്ക് ചെയ്യാനായിട്ട് എത്ര സമയം നമുക്ക് തരും? എത്ര സമയം തരും? എത്ര സമയം ടോട്ടൽ തരും? അതൊന്ന് ആലോചിച്ച്. എത്ര സമയം ടോട്ടൽ തരും 100 ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്? എത്ര സമയം ഉണ്ടെന്നറിയോ 100 ക്വസ്റ്റ്യൻ? 1.25 മണിക്കൂറാണോ 1.5 മണിക്കൂറാണോ? ഒന്ന് ആലോചിച്ച് നോക്കി. 1.25 1.5 ആണോ? അത് പോട്ടെ. ഒരു ക്വസ്റ്റ്യൻ എത്ര സെക്കൻഡ്? ഒരു ക്വസ്റ്റ്യന് എത്ര സെക്കൻഡ് കിട്ടുമെന്നറിയോ? എന്തേ 45 സെക്കൻഡേ കിട്ടത്തുള്ളൂ കേട്ടോ. അതായത് 1 മിനിറ്റിന് താഴെ കേട്ടോ. 45 സെക്കൻഡേ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യുവാനായിട്ട് കിട്ടുകയുള്ളൂ. സോ അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം? പുട്ട് ഓൺ ചെയ്ത് പറക്കണം കേട്ടോ. 45 സെക്കൻഡേ ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ. സോ അറിയാവുന്ന ആൻസർ കറപ്പിച്ച് ഓടണം അടുത്തതിലേക്ക്. എന്നാൽ ഈ മാത്സിലൊക്കെ നമ്മൾ കണ്ടില്ലേ, നമ്മൾ 15 ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പ്ലെയിൻഡ് ആയിട്ട് ചെയ്യാനായിട്ട് തന്നെ ഇപ്പം അരമണിക്കൂർ എടുത്തു. അതായത് 15-ൻ്റെ അകത്ത് 15 ഒരു 13-12 മിനിറ്റ് തീർക്കണം ശരിക്കും പറഞ്ഞാൽ. പക്ഷേ നമ്മളതിൻ്റെ 3 ഇരട്ടി സമയം എടുത്തു. ഇതിൻ്റെ ഒരു 2 ഇരട്ടിയെങ്കിലും നമ്മൾ സമയം ഇവിടെ ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ബാക്കിയുള്ള സബ്ജക്റ്റുകൾ നമുക്കറിയില്ല, ഒന്നും ചെയ്ത് നോക്കേണ്ടതില്ല. പഠിച്ച അതേപടി നമ്മൾ ത്രോ ചെയ്തിട്ട് തിരിച്ചിങ്ങ് വന്നാൽ മതി. സോ ബാക്കിയുള്ള ആൻസേഴ്സ് പടപടപടപടയും ചെയ്ത് തീർത്തിട്ട് എന്ത് ചെയ്യണം? ഇതിൽ വന്ന് ഇരിക്കണം കേട്ടോ. ചാടി കയറി ചെയ്യാൻ പോയല്ലോ മാത്സ്. അത് തന്നെ ആദ്യം മാത്സ് എന്ന സബ്ജക്റ്റ് എടുത്തു വെച്ച് ചെയ്യരുത് കേട്ടോ. സമയം പോകുന്ന വഴി അറിയത്തില്ല. ബാക്കി 15 മാർക്ക് വേണ്ടി ഇരുന്നാൽ ബാക്കിയുള്ള 85 മാർക്കും കളഞ്ഞിട്ടാണ് ഇരിക്കുന്നതെന്ന് ഓർക്കണം. സോ അങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുത് കേട്ടോ. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് നാളെ വൈകിട്ട് കാണാം കേട്ടോ. യെസ്, അപ്പോൾ താങ്ക് യു. നാളെ കാണാം.